അടുത്തത് നമ്മുടെ അടുത്ത സെക്ഷൻ 6.3 ടൈം ടേബിളിംഗ് പ്രോബ്ലം ആണ് കേട്ടോ. ഒരു ടൈം ടേബിളിംഗ് പ്രോബ്ലം, അതായത് ഒരു സ്കൂളിൽ ടൈം ടേബിൾ ഇടുന്നത് ഒരു ഗ്രാഫിക്കൽ പ്രോബ്ലം ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് മാത്രം, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു സ്കൂളിൽ ടീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, ടീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ അവരാണ് x1 x2 എക്സെട്ര xm ടീച്ചേഴ്സിനെ വിളിച്ചു. ആൻഡ് ഓരോ n ക്ലാസ്സസ് ഉണ്ട്. ഓക്കെ, n ക്ലാസ്സസ് ഉണ്ട്. സോ അത് മാറ്റാം, ബ്ലാക്ക് ആക്കാം. n ക്ലാസ്സസ് ഉണ്ട്. നമ്മളതിനെ y1 y2 എക്സെട്ര yn, m ടീച്ചേഴ്സും n ക്ലാസ്സസും ഉണ്ട്. ഇനി xi എന്ന് പറയുന്ന ടീച്ചർ yj എന്ന് പറയുന്ന ക്ലാസ്സിലേക്ക് റിക്വയർഡ് ആണെങ്കിൽ ഫോർ എത്ര പീരീഡ്സിന്? pij പീരീഡ്സിൽ റിക്വയർഡ് ആണ്. അതാണ് നമ്മുടെ കണ്ടീഷൻ. xi എന്ന് പറയുന്ന ടീച്ചർ yj എന്ന് പറയുന്ന ക്ലാസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്പർ ഓഫ് പീരീഡ്സ് എന്ന് പറയുന്നത് pij ആണ്. നമ്മൾ വെറുതെ അതിന് നമ്പർ കൊടുത്തു മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ആ നമ്പർ pij ആണ്. സോ നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ടൈം ടേബിൾ, മിനിമം പോസിബിൾ നമ്പർ ഓഫ് പീരീഡ്സ് വെച്ചിട്ട് ഷെഡ്യൂൾ എ കംപ്ലീറ്റ് ടൈം ടേബിൾ, എല്ലാ ടീച്ചേഴ്സിനെയും ആവശ്യമായിട്ടുള്ള എല്ലാ ക്ലാസ്സിലേക്കും ഉൾപ്പെടുത്തിയിട്ട് ഒരു എന്ത് ചെയ്യുക, ഒരു കംപ്ലീറ്റ് ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളതാണ് ടൈം ടേബിളിംഗ് പ്രോബ്ലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രയേ ഉള്ളൂ. നമ്മൾ സാധാരണ ടൈം ടേബിൾ ഇടുന്ന പോലെ തന്നെ. അപ്പോൾ എങ്ങനെ മിനിമം പോസിബിൾ നമ്പർ ഓഫ് പീരീഡ്സ് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, മിനിമം പോസിബിൾ നമ്പർ ഓഫ് പീരീഡ്സ് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ടൈം ടേബിൾ ഇടാൻ. അതാണ് നമ്മുടെ ടൈം ടേബിൾ. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടൈം ടേബിളിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ടൈം ടേബിളിംഗ് പ്രോബ്ലം. ഓക്കെ, സോ നമ്മളിത് എഡ്ജ് കളറിങ്ങിൻ്റെ തിയറിയിലെ എന്ത് ചെയ്യാൻ പോവാണ്, റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ്. ഈ പ്രോബ്ലത്തിന് തന്നെ എന്ത് ചെയ്യുന്നു, ടീച്ചിങ് റിക്വയർമെൻറ്റ്സ് ആയിട്ട് നമ്മളൊരു ബൈപാർട്ടിക് ഗ്രാഫിനെ, അപ്പോൾ ടീച്ചിങ് റിക്വയർമെൻറ്റ്സ് ആയിട്ട് നമ്മളൊരു ബൈപാർട്ടിക് ഗ്രാഫിനെ കൊടുക്കുന്നു. ടീച്ചിങ് റിക്വയർമെൻറ്റ്സ് ആയിട്ട് ഒരു ബൈപാർട്ടിറ്റ് ഗ്രാഫ് ക്യാപിറ്റൽ G. ഓക്കെ, അപ്പോൾ ബൈപാർട്ടിറ്റ് ആകുമ്പോൾ നമുക്ക് രണ്ട് പാർട്ടീഷൻസ് ഉണ്ടാവും. നമ്പർ ഓഫ് വെർട്ടീസസിന് നമ്മൾ രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്യും, എക്സും വൈയും. വേർ എക്സിൻ്റെ ഉള്ളിൽ x1 x2 എക്സെട്ര xm, x1 x2 എക്സെട്ര xm നമ്മുടെ ടീച്ചേഴ്സ്. വൈൻ്റെ ഉള്ളിൽ y1 y2 എക്സെട്ര ym, y1 y2 എക്സെട്ര yn നമ്മുടെ ആര്, ക്ലാസ്സസ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെയാണ് രണ്ട് വെർട്ടിക്സ് സെറ്റ് എങ്കിൽ ഇതിലേക്ക് ഇങ്ങനെ എഡ്ജുകളല്ലേ വരയ്ക്കുന്നത്. എങ്ങനെ വരയ്ക്കും, pij ആയിട്ട് നമ്മുടെ എഡ്ജസ്. അതായത് x1 എന്ന് പറയുന്ന ടീച്ചർ y2ലേക്ക് ആവശ്യമുള്ളതാണ് pij എന്ന് പറയുന്നത്, അല്ല p12. അപ്പോൾ എന്ത് ചെയ്യണം, x1 y2 തമ്മിലൊരു എഡ്ജ് p12 കൊടുക്കണം. അപ്പോൾ pij ആണ് ആരായിട്ട് കൊടുക്കുന്നത്, എഡ്ജസ് ആയിട്ട് pij ആണ് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്കറിയാം ഏത് ഒരു പീരീഡ് എടുത്താലും ഒരു ടീച്ചറിനെ അറ്റ്മോസ്റ്റ് ഒരു ക്ലാസ്സിനെയല്ലേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്കത് എഴുതി പഠിക്കാൻ പറ്റില്ല, പറയാനേ പറ്റുള്ളൂ. ഏത് പീരീഡ് എടുത്താലും എന്താ, ഒരു ടീച്ചർക്ക് ഒരൊറ്റ ക്ലാസ്സിലല്ലേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ആൻഡ് തിരിച്ച് എല്ലാ ക്ലാസ്സിലും ഒരു ടീച്ചർ അറ്റ്മോസ്റ്റ് പഠിപ്പിക്കുകയും വേണ്ടേ? ഒന്നിൽ കൂടാൻ പാടില്ല. അറ്റ്മോസ്റ്റ് ഒരു ടീച്ചർ, ചിലപ്പോൾ കുറയാം, എന്താ പറയുക, ചിലപ്പോൾ ഒരു ക്ലാസ് ഫ്രീ ആയിട്ടിരിക്കാം, അത് കുഴപ്പമില്ല. തിരിച്ച് ഒരു ടീച്ചർക്ക് അറ്റ്മോസ്റ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ, കാരണം ചിലപ്പോൾ ടീച്ചർക്ക് ഫ്രീ പീരീഡ് ഉണ്ടാവാം. അപ്പോൾ അറ്റ്മോസ്റ്റ് ഒരു ക്ലാസ്, ഒന്നിൽ കൂടാൻ പാടില്ല. തിരിച്ച് ഓരോ ക്ലാസ്സിനും ഓരോ പീരീഡിലും എല്ലാ ക്ലാസ്സിലും അറ്റ്മോസ്റ്റ് ഒരു ടീച്ചർ വേണം, ഒന്നിൽ കൂടാനും പാടില്ല. ഇതാണ് നമ്മുടെ അസംഷൻ. ഓക്കെ, അപ്പോൾ നമ്മളെങ്ങനെ ഈ ഗ്രാഫിൻ്റെ മാച്ചിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ടീച്ചിങ് ഷെഡ്യൂൾ കൺസിഡർ ചെയ്യുന്നു. സോ മാച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എഡ്ജസ് ആണല്ലോ നമ്മുടെ പീരീഡ്. ഓക്കെ, അപ്പോൾ പീരീഡിന് നമ്മൾ എങ്ങനെ എന്താ പറയുക വേർതിരിക്കുകയാണ്, മാച്ചിങ്ങുകളായിട്ട് വേർതിരിക്കുകയാണ്. മാച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ, ആ മാച്ചിങ്ങിലുള്ള
ഒരു എഡ്ജസും എന്താവില്ല, അഡ്ജസൻ്റ് എഡ്ജസ് ആയിരിക്കില്ല. അതാണ് നമ്മുടെ മാച്ചിങ്ങിൻ്റെ പ്രത്യേകത. അപ്പം മാച്ചിങ് ആയിട്ട് നമ്മൾ ഈ എഡ്ജസിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പീരീഡ്സ് എല്ലാം എന്തായിട്ട് മാറും, ഓരോ പീരീഡിലേക്കുള്ള ടീച്ചിങ് ഷെഡ്യൂളായിട്ട് എന്താ പറയുക ഓവർലാപ്പ് ചെയ്യാണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഓരോ ടീച്ചിങ് ഷെഡ്യൂളും, ഓരോ പീരീഡിലേക്കുള്ള ടീച്ചിങ് ഷെഡ്യൂളും ഓരോ മാച്ചിങ് ആണ്, ഓരോ ഗ്രാഫിൻ്റെ മാച്ചിങ്. അപ്പോൾ ഒരു മാച്ചിങ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ആരും അഡ്ജസൻ്റ് അല്ല. സോ എല്ലാവർക്കും അറ്റ്മോസ്റ്റ് 1 പീരീഡ് അല്ലെങ്കിൽ 1 ക്ലാസ്സേ കിട്ടുള്ളൂ. തിരിച്ച് അതേ കോൺവേഴ്സ്ലി ഓരോ മാച്ചിങ്ങും ഓരോ അസൈൻമെൻറ്റ് ഓഫ് ടീച്ചേഴ്സ് ടു ക്ലാസ്സസ്, ഓരോ ടീച്ചേഴ്സിന് ക്ലാസ്സിലേക്കുള്ള അസൈൻമെൻ്റ് ആണ്. സോ മാച്ചിങ്ങുകളെല്ലാം ഇൻഡിപെൻഡൻ്റ്ലി എന്താ പറയുക, എഡ്ജ് മാച്ചിങ് ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് എന്താവില്ല, ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് അവിടെയും തിരിച്ച് ഓവർലാപ്പിംഗ്, ഒരു ടീച്ചർക്ക് 2 ക്ലാസ്സിലേക്ക് പോകേണ്ട ആവശ്യം വരില്ല. സോ നമ്മുടെ പ്രോബ്ലം എന്തായിട്ട് മാറി, മാച്ചിങ് കണ്ടുപിടിക്കുക എന്നുള്ളതായിട്ട് മാറി. എഡ്ജസിനെ ഫ്യൂ മാച്ചിങ്സ് ആസ് പോസിബിൾ, ഏറ്റവും കുറവ് നമ്പർ ഓഫ് മാച്ചിങ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. സോ നമ്മുടെ പ്രോബ്ലത്തിന്, ഈ ടൈം ടേബിൾ പ്രോബ്ലത്തിന് നമ്മൾ എങ്ങനെ മാറ്റിയെടുത്തു, ഈക്വലൻ്റ് ആണ്. പാർട്ടീഷൻ ദ എഡ്ജസ് ഓഫ് ജി, പാർട്ടീഷൻ ദ എഡ്ജസ് ഓഫ് ജി, ജിയുടെ എഡ്ജസിനെ എങ്ങനെ പാർട്ടീഷൻ ചെയ്യുക, ഫ്യൂ മാച്ചിങ് ആസ് പോസിബിൾ ആയിട്ടുള്ള മാച്ചിങ്സിൽ ഏറ്റവും ഫ്യൂ മാച്ചിങ്, നമ്പർ ഓഫ് മാച്ചിങ്സ് ആയിട്ട് എന്ത് ചെയ്താൽ മതി, പാർട്ടീഷൻ ചെയ്താൽ മതി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ടൈം ടേബിൾ പ്രോബ്ലത്തിൻ്റെ ഗ്രാഫിക്കൽ എന്താ പറയുക ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. സോ ഇതിന് ഇനി നിങ്ങൾക്ക് നോട്ട് ഉണ്ട്, ജസ്റ്റ് ആ നോട്ടിൽ ഉണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. വേറെ പ്രത്യേകിച്ച് നമുക്കിതിൽ എന്തില്ല, പ്രോബ്ലം ചെയ്യാനോ ഒന്നുമില്ല. ജസ്റ്റ് ഇതാണ്, ഇങ്ങനെയാണ് ഒരു ടൈം ടേബിൾ പ്രോബ്ലത്തിനെ ഗ്രാഫിക്കലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്ന് ജസ്റ്റ് പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ടൈം ടേബിളിംഗ് പ്രോബ്ലം എന്താണെന്ന് പഠിക്കണം, അതിനെ എങ്ങനെ നമ്മളൊരു ബൈപാർട്ട് ഗ്രാഫാക്കി റെപ്രസെൻറ്റ് ചെയ്യുന്നു, എഡ്ജസ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, വെർട്ടിസസ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ നമ്മുടെ പ്രോബ്ലം എന്തായിട്ട് മാറുകയാണ്, മാച്ചിങ്സ്, ഏറ്റവും കുറവ് മാച്ചിങ്സ് ഉള്ള ഒരു പാർട്ടീഷൻ ആക്കിയിട്ട് എഡ്ജസിനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ള ഒരു പ്രോബ്ലത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ടൈം ടേബിൾ പ്രോബ്ലത്തിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ സെക്ഷനിൽ ഈ മാച്ചിങ്സിനെ റിലേറ്റ് ചെയ്തിട്ടൊരു ലെമ്മയും ഒരു തിയറും ഉണ്ട്. സോ നമുക്ക് ലെമ്മ നോക്കാം. ലെമ്മ 6.3. ഓക്കെ, നമ്മുടെ തിയറം വരുന്നത് ഇതാണ്. തിയറം അല്ല, ലെമ്മ. ലെറ്റ് എം ആൻഡ് എൻ ബി ഡിസ്ജോയിന്റ് മാച്ചിങ്സ്. എമ്മും എന്നും 2 ഡിസ്ജോയിന്റ് മാച്ചിങ്സ് ആണ് ജിയിലെ. വിത്ത് കാർഡിനാലിറ്റി ഓഫ് എം ആണ് ഗ്രേറ്റർ ദാൻ കാർഡിനാലിറ്റി ഓഫ് എൻ. Then there are disjoint matchings m dash and n dash. Correspondingly m dash n dash എന്ന് പറഞ്ഞിട്ട് 2 disjoint matchings കിട്ടും. Such that cardinality of m dash എന്ന് പറയുന്നത് cardinality of f minus 1. മറ്റേത് cardinality of n dash is equal to cardinality of n plus 1. അപ്പോൾ m ആണ് ഇവിടെ n-നെക്കാട്ടി വലുത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ m dash എന്ന് പറഞ്ഞാൽ ഒന്ന് കുറയുക ചെയ്യുന്നത്, n dash ഒന്ന് കൂടുക ചെയ്യുന്നത്. അപ്പോൾ അടുത്തടുത്ത് വരിക എന്ന് വിചാരിക്കായിട്ട് cardinality അങ്ങനെ ആലോചിച്ചോളൂ കേട്ടോ. ആൻഡ് m dash യൂണിയൻ n dash എന്ന് പറയുന്നത് m യൂണിയൻ n തന്നെ. രണ്ടിലുള്ള എഡ്ജസ് തമ്മിൽ രണ്ടും കൂടി യൂണിയൻ എടുക്കുമ്പോൾ വേറെ വ്യത്യാസമൊന്നുമില്ല, സെയിം എഡ്ജസ് തന്നെയായിരിക്കും കിട്ടേണ്ടത്, രണ്ടിൻ്റെ യൂണിയൻ. അപ്പം ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഇങ്ങനെ എം ഡാഷ് എൻ ഡാഷ് എന്ന് പറഞ്ഞിട്ട് 2 മാച്ചിങ്സ് ഉണ്ടായിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ എച്ച് എന്ന് പറഞ്ഞിട്ട് എന്തെടുക്കുക, ജി ഓഫ് എം യൂണിയൻ എൻ എടുക്കുക. എമ്മിലുള്ള എഡ്ജസും എന്നിലുള്ള എഡ്ജസിൻ്റെയും ഗ്രാഫിലത്തെ പോർഷൻസ്, അതാണ് നമ്മുടെ എച്ച് എന്ന് പറയുന്നത്. സോ തിയറം 5.1 പ്രകാരം എച്ചിൻ്റെ എല്ലാ കമ്പോണൻറ്റും ഒന്നെങ്കിൽ ഒരു ഈവൻ സൈക്കിൾ ആയിരിക്കും വിത്ത് എഡ്ജസ് ഓൾട്ടർനേറ്റിംഗ്ലി എം ആൻഡ് എൻ, ഓർ ഒരു പാത്ത് ആയിരിക്കും എഡ്ജസ് ഓൾട്ടർനേറ്റിംഗ്ലി ഇൻ എം ആൻഡ് എൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറം 1.1 പ്രകാരം ഏത് കമ്പോണൻറ്റ് ഓഫ് എച്ച് എടുത്താലും, ഈച്ച് കമ്പോണൻറ്റ് ഓഫ് എച്ചിൻ്റെ ഏത് കമ്പോണൻറ്റ് എടുത്താലും എന്താ പ്രത്യേകത, ഒന്നുകിൽ ഐദർ ഈവൻ സൈക്കിള് അല്ലെങ്കിൽ ഓർ എൽസ് പാത്ത്. ഈവൻ സൈക്കിൾ ആയാലും പാത്ത് ആയാലും രണ്ടിനും ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. എന്തുണ്ടായിരിക്കും, എഡ്ജസ് ഓൾട്ടർനേറ്റ്ലി ഇൻ എം ആൻഡ് എൻ. എഡ്ജസ് ഓൾട്ടർനേറ്റ്ലി, ഒരെണ്ണം എമ്മിലാണെങ്കിൽ ഓൾട്ടർനേറ്റ്ലി
എം ആൻഡ് എൻ. ഒരെണ്ണം എന്നിൽ അടുത്തത് എന്നിൽ, അടുത്തത് എമ്മിൽ പിന്നെ എന്നിൽ, എമ്മിൽ എന്നിൽ, അങ്ങനെ ഓൾട്ടർനേറ്റീവ്ലി ആയിരിക്കും ഈ വൺ സൈക്കിളിൻ്റെ ആയാലും എന്തിൻ്റെ ആയാലും ഈ പാത്തിൻ്റെ ആയാലും എന്തുണ്ടായിരിക്കുക, എഡ്ജസ് ഉണ്ടായിരിക്കുക. ഓക്കെ ആണല്ലോ. ആൻഡ് അവർ ഓൾട്ടർനേറ്റീവ്ലി എമ്മിലും എന്നിലും ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇവിടെ കാർഡിനാലിറ്റി ഓഫ് എം ആണ്. അപ്പോൾ എമ്മിലാണ് എന്ത് കൂടുതൽ, എഡ്ജസ് കൂടുതലുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു പാത്ത് എടുക്കുമ്പോൾ എം എൻ ഓൾട്ടർനേറ്റീവിൽ വരണം. പക്ഷെ എമ്മിലാണ് കൂടുതലുണ്ടെന്ന് വെച്ചെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എഡ്ജും അവസാനിക്കുന്ന എഡ്ജും എവിടെ തന്നെ ഉണ്ടായിരിക്കണം, എമ്മിൽ തന്നെ ഉണ്ടായിരിക്കണം. കാരണം എമ്മിലാണല്ലോ നമ്പർ ഓഫ് എഡ്ജസ് കൂടുതൽ. ഓൾട്ടർനേറ്റീവിൽ രണ്ടും ഇങ്ങനെ മാറി മാറി വരണമെങ്കിൽ എന്ത് ചെയ്തിരിക്കണം, സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് എഡ്ജസ് എവിടെ വരണം, സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് എഡ്ജസ് ഇൻ ക്യാപിറ്റൽ എം. എമ്മിലാണ് വരുന്നുണ്ടായിരിക്കേണ്ടത്, എമ്മിലാണല്ലോ കൂടുതൽ. സോ പി എന്ന് പറയുന്നത് അങ്ങനെ ഒരു പാത്താണെന്ന് വിചാരിക്കുക. പി എന്ന് പറയുന്നത് പാത്ത് കമ്പോണൻ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ പി എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് വി നോട്ടിൽ നിന്നാണ്. വി നോട്ട് E1 V1 E2 V2 എക്സെട്ര E2n V2n E2n plus 1 V2n plus 1. ഇങ്ങനെയാണ് നമ്മുടെ ആര് വരുന്നത്, പാത്ത് വരുന്നത് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇങ്ങനെ പോവും. E1 ഫസ്റ്റത്തെ എഡ്ജ് ആര്, E1, ലാസ്റ്റത്തെ എഡ്ജ് E2n plus 1. ഇത് രണ്ടും എവിടെ കിടക്കുന്നതായിരിക്കണം, എമ്മിൽ കിടക്കുന്നത്. പിന്നെന്താ, E1 എമ്മിലാണെങ്കിൽ E2 എന്നിൽ, അടുത്തത് എന്നിൽ, അങ്ങനെ ലാസ്റ്റ് E2n plus 1 എമ്മിലാണ്. കാരണം സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും എമ്മിലാണ്. അപ്പോൾ ഇത് എമ്മിൽ, അപ്പോൾ ഈ 2n എവിടെ വരണം, E2n എന്നിൽ വരണം. ഓൾട്ടർനേറ്റീവ്ലി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, എം ഡാഷ് എന്ന് പറഞ്ഞിട്ട് സെറ്റ് ഡിഫൈൻ ചെയ്യുന്നു. എം മൈനസ് സെറ്റ് E1 E3 എക്സെട്ര E2n plus 1 യൂണിയൻ സെറ്റ് E2 E4 എക്സെട്ര E2n. ഓക്കെ, എമ്മിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഈ പാത്തിലുള്ള എമ്മിലുള്ള എഡ്ജസ് ഇല്ലേ അതെല്ലാം കളഞ്ഞിട്ട് മറ്റേ എഡ്ജസ്, ഈ പാത്തിലുള്ള എന്നിലുള്ള എഡ്ജസിനെ ഇൻക്ലൂഡ് ചെയ്ത് എം ഡാഷ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. മനസ്സിലായോ? അതേപോലെ എൻ ഡാഷ് ആയിട്ട് ഞാൻ എന്ത് കൊടുക്കുന്നു, എൻ മൈനസ് ഈ പാത്തിലുള്ള എന്നിലുള്ള എഡ്ജസ് ആരൊക്കെയാ, E2 E1 എഡ്ജസാ, E2 E4 എക്സെട്ര E2n വരെ. ഇത്രയാണ് ഈ പാത്തിൽ എന്നിലുള്ളത്. അത് കളഞ്ഞിട്ട് ആരെ കൊടുക്കുന്നു, E1 E2 എക്സെട്ര E2n plus 1 അവരെ കൊടുക്കുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും യൂണിയൻ എടുക്കുന്നു. അപ്പോൾ എന്താ ഉണ്ടാവാൻ പോകുന്നത്, ഇതിന് ഇത്രയും ഭാഗങ്ങൾ കളഞ്ഞിട്ട് ഇതാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. സോ E1 E3 E2n plus 1 എന്ന് പറയുന്നത് E2 E4 നമ്പർ ഓഫ് എഡ്ജസ് ഏതിലാണ് കൂടുതൽ, ഇവിടെയാണ് കൂടുതൽ. അപ്പോൾ ഇത് കളഞ്ഞിട്ട് നമ്മൾ ഇതാണ് കൂട്ടുന്നത്. സോ എം ഡാഷിൻ്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് ഓൾറെഡി എമ്മിനുള്ള കാർഡിനാലിറ്റിന്ന് ഒന്ന് കുറയും അല്ലേ. E1 തൊട്ട് E2n plus 1 വരെയുള്ള ഓഡ് നമ്പേഴ്സും E2 തൊട്ടിട്ട് E2n വരെയുള്ള ഈവൺ നമ്പേഴ്സും ഏതാ കുറവ്, ഇത് കുറവാണ്, ഒന്ന് കുറവാണ് ഇതിനെക്കാട്ടി. അപ്പോൾ ഇത്രയും നമ്പേഴ്സ് നിന്ന് കളഞ്ഞിട്ട് ഇത്രയും നമ്പേഴ്സ് ആഡ് ചെയ്യുന്നു, അപ്പോൾ ഒരെണ്ണം കുറയും. അതേപോലെ തിരിച്ച് ഇവിടുന്ന് ഈവൺ നമ്പേഴ്സ് കളഞ്ഞിട്ട് ഓഡ് സഫിക്സുകൾ ആഡ് ചെയ്യുന്നു, അപ്പോൾ എന്താ ഉണ്ടാവുക, ഒരെണ്ണം കൂടും. അപ്പോൾ എൻ ഡാഷിൻ്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് എന്നിനെക്കാട്ടിയും ഒന്ന് കൂടുതലായി. ക്ലിയർലി ഇത് രണ്ടും എന്ത് തന്നെയാണ്, മാച്ചിങ്സ് തന്നെയാണ്, നമുക്ക് സംശയമൊന്നുമില്ല. ആൻഡ് ജി ഹാസ് ആൻഡ് മാച്ചിങ്സ് ആണ്. ഇതിൻ്റെ യൂണിയൻ എടുത്ത് നമുക്ക് ആരെ തന്നെ കിട്ടും, ഇതിലില്ലാതെ ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ലാതെ അവിടെ ഉണ്ട്. യൂണിയൻ എടുത്ത് നമുക്ക് എം യൂണിയൻ എൻ തന്നെ കിട്ടും, അതിന് നമുക്ക് സംശയമൊന്നുമില്ല. അപ്പോൾ എന്തായി, നമുക്ക് വേറെ രണ്ട് മാച്ചിങ്സ് എം ഡാഷ് എൻ ഡാഷ് എന്ന് കിട്ടി. കാർഡിനാലിറ്റി M-1, അതായത് നമ്മുടെ ലെമ്മയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന എം ഡാഷ് എൻ ഡാഷ് എന്ന് പറയുന്ന പുതിയ രണ്ട് മാച്ചിങ്സ് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ലെമ്മ എന്തായിരുന്നു, എം എന്ന് പറയുന്ന രണ്ട് ഡിസ്ജോയിന്റ് മാച്ചിങ്സ് വിത്ത് ഇതിൻ്റെ കാർഡിനാലിറ്റി ഇതിനൊക്കെ കൂടുതലാണെങ്കിൽ വേറെ രണ്ട് മാച്ചിങ്സ് കിട്ടും. ഇതിൽ നിന്ന് ഒന്ന് കുറവും ഇതിൽ നിന്ന് ഒന്ന് കൂടുതലും. അപ്പോൾ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുക എന്നർത്ഥം അതിൻ്റെ കാർഡിനാലിറ്റീസ് തമ്മിൽ അല്ലേ. അതായത് ഇവിടെ ആയിരുന്നു എന്നിൻ്റെ, ഇവിടെ ആയിരുന്നു എമ്മിൻ്റെ, എം ആണ് കൂടുതൽ.
അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ 1 കുറച്ചു, അപ്പോൾ ഇവിടെ എത്തി എം ഡാഷ്. ഇവിടെ n എന്ത് ചെയ്തു, 1 കൂട്ടി, അപ്പോൾ ഇവിടെ എത്തി n ഡാഷ്. അപ്പോൾ എന്തായി, കുറച്ചുകൂടി ഡിസ്റ്റൻസ് കുറഞ്ഞു വരും തമ്മിലുള്ളത്. അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. അങ്ങനെയുള്ള പുതിയൊരു ആൻഡ് അവരുടെ യൂണിയൻ എടുക്കുമ്പോൾ നമ്മൾ ഒറിജിനലി ഉള്ള എഡ്ജസ് തന്നെയാണ് കിട്ടുന്നത്. അങ്ങനെ നമുക്ക് 2 മാച്ചിങ്സ് കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഈ ലെമ്മയിലൂടെ പഠിച്ചത്. ഇനി നമുക്ക് ഈ ലെമ്മ യൂസ് ചെയ്തിട്ടുള്ള ഒരു തിയറം കൂടി ഉണ്ട്. നമുക്ക് തിയറം എഴുതാം. തിയറത്തിന്റെ നമ്പർ 6.3. ഇതാണ് നമ്മുടെ തിയറം. ഇഫ് ജി ഈസ് ബൈപാർട്ടഡ്, ജി എന്ന് പറയുന്നത് ഒരു ബൈപാർട്ടഡ് ഗ്രാഫാണ് ആൻഡ് പി എന്ന് പറയുന്നത് ഡെൽറ്റനേക്കാൾ വലിയൊരു നമ്പർ. ഡെൽറ്റ എന്താ, മാക്സിമം ഡിഗ്രി അല്ലേ. പി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ, ദെൻ ദർ എക്സിസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പി ഡിസ്ജോയിന്റ് മാച്ചിങ്സ് കിട്ടും. M1 M2 എക്സെട്ര MC എന്ന് പറഞ്ഞാൽ പി ഡിസ്ജോയിന്റ് മാച്ചിങ്സ് യൂണിയൻ എടുക്കുമ്പോൾ ഈ തന്നെ കിട്ടുന്ന രീതിയിൽ. ആൻഡ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എപ്സിലോൺ ബൈ പി. എപ്സിലോൺ ബൈ പി എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ആവാം. അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ഈക്വൽ ടു ആ നമ്പർ, ആ ഇൻറ്റിജറും ലെസ് ദാൻ ഈക്വൽ ടു മോഡ് എം ഐ, അല്ലെങ്കിൽ കാർഡിനാലിറ്റി ഓഫ് എം ഐ, ഓരോന്നിൻ്റെയും കാർഡിനാലിറ്റിയും ലെസ് ദാൻ ഈക്വൽ ടു ഷോർട്ടസ്റ്റ് ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എപ്സിലോൺ ബൈ പി. എപ്സിലോൺ ബൈ പി എന്നെക്കാട്ടി വലുതായിട്ടുള്ള ഷോർട്ടസ്റ്റ് ഇൻറ്റിജർ. അപ്പോൾ എന്ന് വെച്ചാൽ എന്താ മീനിങ്, ഇതിൻ്റെ ഉള്ളിലായിരിക്കും എല്ലാ എം ഐകളുടെയും കാർഡിനാലിറ്റി. ഇത് രണ്ടും എന്തായാലും ഫിക്സഡ് നമ്പർ അല്ലേ. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിരിക്കും എന്ത്, എല്ലാ എം ഐ. അപ്പോൾ ഓരോ എം ഐകൾ എടുത്താൽ അവരുടെ കാർഡിനാലിറ്റിയുടെ ഡിഫറൻസ് മാക്സിമം അറ്റ്മോസ്റ്റ് 1 വരുള്ളൂ. അതിൽ എന്തില്ല, അതിൽ കൂടുതൽ ഒന്നുകിൽ 1 അല്ലെങ്കിൽ 0, അത്രയല്ലേ വരുള്ളൂ. മനസ്സിലായല്ലോ. അപ്പോൾ അതും കൂടിയാണ് നമ്മൾ ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത് കേട്ടോ. എനി 2 മാച്ചിങ്, എനി, കാരണം എന്താ, എല്ലാതും കിടക്കുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. ഇത് രണ്ടെന്ന് പറഞ്ഞാൽ 2 ഇൻറ്റിജറാ. ഇത് 4 ആണെങ്കിൽ ഇത് 5 ആയിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ ഒരു സെയിം നമ്പറിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജറും ഷോർട്ടസ്റ്റ് ഇൻറ്റിജറും ആണ്. സോ 2 ഇൻറ്റിജേഴ്സ്, കോൺസിക്യൂട്ടീവ് ഇൻറ്റിജേഴ്സ് ഉണ്ടാവുക. അതിൻ്റെ ഉള്ളിലാണ് ആര് കിടക്കുന്നത്, എല്ലാ എം ഐകളുടെയും എന്ത് കിടക്കുന്നത്, കാർഡിനാലിറ്റി കിടക്കുന്നത്. അപ്പോൾ എന്താ, ഏത് 2 MI MJ എന്ന് പറഞ്ഞിട്ട് 2 മാച്ചിങ്സ് എടുത്താലും അവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് അറ്റ്മോസ്റ്റ് 1 അത്രേ വരുള്ളൂ. 1 അല്ലെങ്കിൽ പിന്നെ 0 അത്രേ വരുള്ളൂ. അപ്പോൾ എനി 2 MI and MJ differ atmost by 1, അത്രയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിനി പ്രൂഫിലേക്ക് കടക്കാം. ഓക്കെ, ജി ബൈപാർട്ടിറ്റ് ആയതുകൊണ്ട്, ജി എന്ന് പറയുന്നത് ബൈപാർട്ടിറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഡെൽറ്റ ഇസ് ഈക്വൽ ടു കൈ ഡാഷ്. ഇതിൻ്റെ എഡ്ജ് ക്രോമാറ്റിക് നമ്പർ, അതായത് മിനിമം നമ്പർ ഓഫ് കെ ദാറ്റ് ക്യാൻ ബി പ്രോപ്പർലി കളേർഡ് ബൈ പ്രോപ്പർലി എഡ്ജ് കളർ ചെയ്യാൻ പറ്റുന്ന മിനിമം നമ്പർ ഓഫ് കെ എന്ന് പറയുന്നതാണ് കൈ ഡാഷ്. അതെന്തിനോട് ഈക്വൽ ആണ്, ഡെൽറ്റനോട് ഈക്വൽ ആണ്. സോ ഡെൽറ്റ നമ്പർ ഓഫ് കളേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെൽറ്റ നമ്പർ ഓഫ് കളേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജീനെ എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പർ ആയിട്ട് എഡ്ജ് കളറിങ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡെൽറ്റ കളറിങ് എന്ന് പറയുന്നത് ഒരു എന്ത് കളറിങ് ആണ്, പ്രോപ്പർ, മിനിമം ഡെൽറ്റ മതി അല്ലേ, പ്രോപ്പർ കളറിങ് ആണ്. ശരിക്കും കൈ ഡാഷ് ആണ്, കൈ ഡാഷ് ഡെൽറ്റയോട് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ഡെൽറ്റ കളറിങ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ കളറിങ് ആണ്. ഓക്കെ ആയില്ലേ. സോ ഈ പ്രോപ്പർ കളറിങ് എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഓരോ 1 2 എക്സെട്ര ഡെൽറ്റ അത്രയും കളേഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കളർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ കളേഴ്സും കിട്ടുന്ന എഡ്ജസിനെ നമ്മൾ ഓരോ എന്താക്കി മാറ്റി, ഓരോ സെറ്റാക്കി മാറ്റി. M2 എക്സെട്ര M ഡെൽറ്റ എന്ന് പറയുന്നത് എന്തായി, ഓരോ സെറ്റാണ് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. ഇതിങ്ങനെ സെറ്റിൻ്റെ ഉള്ളിൽ എഴുതണം എന്നൊന്നുമില്ല, ഇത് ഓരോന്നും ഓരോ സെറ്റ്. M1-ലെ 1 എന്ന് പറയുന്ന കളർ വരുന്ന എല്ലാ എഡ്ജസും. ഇതൊരു പ്രോപ്പർ കളറിങ് ആയതുകൊണ്ട് ഇത് ഓരോന്നും അഡ്ജസൻ്റ് അല്ലാത്ത അഡ്ജസൻ്റ് ആയിരിക്കുള്ളൂ. ദാറ്റ് മീൻസ് ഇത് ഓരോന്നും മാച്ചിങ്ങുകളാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഡെൽറ്റ മാച്ചിങ്. അത് നമുക്ക് ഇങ്ങനെ കൊടുക്കാം, M1 ഡാഷ് M2 ഡാഷ് അങ്ങനെ ഡെൽറ്റ ഡാഷ് എന്ന് പറഞ്ഞിട്ട് ഡെൽറ്റ മാച്ചിങ്ങുകൾ കിട്ടി. ഇതിനുള്ളിൽ ഓരോന്നും മാച്ചിങ്ങുകളുമാണ്, ഡിസ്ജോയിൻ്റ് ആണ്, ഒരേപോലത്തെ ഒരേ എഡ്ജസ് റിപ്പീറ്റ് ചെയ്യില്ല. ആൻഡ് എന്താ, ഇതൊക്കെ കൂടി യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് ആരെ കിട്ടുകയും ചെയ്യും, നമ്മുടെ ടോട്ടൽ എഡ്ജസിൻ്റെ സെറ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഡെൽറ്റ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കളർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെൽറ്റയുടെ വാല്യൂയിൽ ഏത് നമ്പർ വെച്ചിട്ട് നമുക്ക് പ്രോപ്പർലി കളർ ചെയ്യാം. മിനിമം നമ്പറാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഡെൽറ്റ വെച്ച് കളർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ
ഫോർ എനി പി ഗ്രേറ്റർ ദാൻ ഡെൽറ്റ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ, ഡെൽറ്റയോ ഡെൽറ്റയിൽ കൂടുതലുള്ള ഏത് നമ്പർ യൂസ് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ജി എന്ന് പറയുന്ന ഗ്രാഫിനെ കളർ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനൊരു പി എടുത്തു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ ആയിട്ട്. സോ പി വെച്ചിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ട് കളർ ചെയ്യാം. ആ ഓരോ കളർ കിട്ടുന്നതിന് ഓരോ സെറ്റ് ആക്കി എഴുതിയാൽ അതൊരു മാച്ചിങ് ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, M1 ഡാഷ് M2 ഡാഷ് എക്സെട്ര MP ഡാഷ് എന്ന് പറയുന്ന പി മാച്ചിങ്സ് നമുക്ക് ആരുടെ കിട്ടി, ജിയുടെ മാച്ചിങ്സ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ എല്ലാം കൂടി യൂണിയൻ എടുക്കുമ്പോൾ ഇ കിട്ടുന്നു, അത് നമുക്ക് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ രണ്ടാമത്തെ കണ്ടീഷൻ, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് അറ്റ്മോസ്റ്റ് ബൈ 1 ആണെന്ന് നോക്കണം. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നോക്കുക, ഇവരുടെ ഡിസ്റ്റൻസ് 1-നേക്കാട്ടിയും കൂടുതലുണ്ടെന്ന് വിചാരിക്കുക. അപ്പം നമ്മുടെ തൊട്ട് മുന്നത്തെ ലെമ്മ നോക്കുക. എന്തായിരുന്നു നമ്മുടെ ലെമ്മ, ഒന്നിനേക്കാൾ വലുതാണെങ്കിൽ വേറെ രണ്ട് മാച്ചിങ് കിട്ടും, അതേ അവരുടെ തന്നെ അതേ എഡ്ജസ് യൂസ് ചെയ്തിട്ടുള്ള വേറെ രണ്ട് മാച്ചിങ്സ് കിട്ടും, സച്ച് ദാറ്റ് വലുതിന്ന് ഒന്ന് കുറവും ചെറുതിന്ന് ഒന്ന് കൂടുതലും. സോ അവർ വീണ്ടും വീണ്ടും അടുത്തടുത്ത് വരിക. അതിങ്ങനെ റിപ്പീറ്റഡ്ലി എവിടെ വരെ എത്തിക്കുക, ഡിഫറൻസ് 1 ആവുന്നത് വരെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എമ്മും എന്നും ഇവിടെയാണെങ്കിൽ എമ്മിന്ന് ഒന്ന് കുറയും എന്നിന്ന് ഒന്ന് കുറയും. അപ്പൊ ഇത് വീണ്ടും എടുത്തു. ഇനി ഇങ്ങനെയാണ്, ഇപ്പോഴും ഡിഫറൻസ് 1-നേക്കാൾ കൂടുതലാണെങ്കിൽ ഇതേ ലെമ്മ വീണ്ടും അപ്ലൈ ചെയ്യാം, വീണ്ടും അപ്ലൈ ചെയ്യാം. അങ്ങനെ അടുത്തടുത്ത് എവിടെ വരെ എത്തിക്കുക, 1-നേക്കാട്ടി ഡിസ്റ്റൻസ് കുറവ്, ഒന്നുകിൽ 1 അല്ലെങ്കിൽ 0 അങ്ങനെ ഡിസ്റ്റൻസ് വരുന്ന രണ്ട് മാച്ചിങ്സ് ആയിട്ട് അവരെന്നെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന മാച്ചിങ്ങിലെ, അതായത് നമുക്കിപ്പോൾ പി മാച്ചിങ്സ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഈ പി മാച്ചിങ്സിൽ ഏതെങ്കിലും മാച്ചിങ്സിന്റെ രണ്ട് മാച്ചിങ്സിന്റെ ഡിഫറൻസ് 1-ൽ കുറവ് അല്ല 1-ൽ കൂടുതൽ വരികയാണെങ്കിൽ ആ ലെമ്മ നമ്മൾ വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്ത് 1-ലേക്ക് എത്തിക്കുന്നത് വരെ ലെമ്മ വീണ്ടും അപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, അപ്പോഴും പി മാച്ചിങ്സ് തന്നെ കിട്ടും. അങ്ങനെ ലാസ്റ്റ് കിട്ടുന്ന മാച്ചിങ്സ് നമ്മൾ M1 M2 എക്സെട്ര MP എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ജിയുടെ. അപ്പോൾ എന്തായി, തിയറത്തിന്റെ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള മാച്ചിങ്സ് നമുക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് ആ ലെമ്മ പഠിച്ചു വെച്ചത്. ആ ലെമ്മ ഇവിടെ ലാസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇവിടെയും പി മാച്ചിങ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഡിഫറൻസ് 1-ൽ കൂടാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷനല്ല. അപ്പോൾ 1-ൽ കൂടുതലുണ്ടെങ്കിൽ ആ രണ്ട് മാച്ചിങ്സിനും ലെമ്മ കൊടുക്കുക. അപ്പോൾ അത് കുറയും. അപ്പോഴും 1-ൽ കൂടുതലുണ്ടെങ്കിൽ വീണ്ടും ആ ലെമ്മ കൊടുക്കുക. അങ്ങനെ കുറഞ്ഞ് 1-ലേക്ക് എത്തുന്നത് വരെ കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്ന പുതിയ മാച്ചിങ് സെറ്റിനെ M1 M2 എക്സെട്ര MP എന്ന് പറഞ്ഞു കൊടുക്കുക. അത് ജിയുടെ ഒരു മാച്ചിങ് ആണ്, സാറ്റിസ്ഫൈങ് ഓൾ ദ കണ്ടീഷൻസ് ഓഫ് ദ തിയറം. ഓക്കെ, അപ്പോൾ ഈ ഒരു തിയറത്തോടു കൂടി ഇതിലെ തിയറം പ്രൂഫുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ജസ്റ്റ് ആ ടൈം ടേബിൾ പ്രോബ്ലംസിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വെറുതെ കൊടുത്തിട്ടുണ്ട്, ആസ് എൻ എക്സാമ്പിൾ വെറുതെ കൊടുത്തിട്ടുണ്ട്. 4 ടീച്ചേഴ്സും 5 ക്ലാസ്സസും ഉള്ളത്. ആ ജസ്റ്റ് ഒന്ന് ഒരു മെട്രിക്സ് ഒക്കെ പോലെ എഴുതിയിട്ട് അത് നിങ്ങൾക്ക് വായിച്ച് നോക്കി മനസ്സിലാക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് വായിച്ച് നോക്കി മനസ്സിലാക്കി എടുക്കാം. കാരണം അതൊന്നും ഇനി ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാനുള്ള കുറവാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു സെക്ഷൻ 6 എന്ന് പറയുന്ന ചാപ്റ്റർ, 6ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 3 സെക്ഷനുള്ളൂ, 1, 2, 3 എന്ന് പറഞ്ഞിട്ടുള്ള അത് പഠിച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.